നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ വീടുകളിൽ സർക്കാർ നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും വാങ്ങുന്നവരുണ്ട്. പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ 1600 വീതം വാങ്ങുന്നവർ, അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമനിധി ബോർഡിൽ നിന്ന് നിലവിൽ പെൻഷൻ തുക വാങ്ങുന്ന വ്യക്തികൾ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം കുടിശ്ശിക വന്നിട്ടുള്ളതും അതോടൊപ്പം തന്നെ തനത് മാസത്തെ വിഹിതവും അതോടൊപ്പം തന്നെ അഡീഷണലായിട്ട് ഒരു മാസത്തെ അഡ്വാൻസും, ഇങ്ങനെ പല രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് ഈ ഓഗസ്റ്റ് മാസം വിതരണം ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതായത് ഓണക്കാലമാണ്, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉത്സവം, ആഘോഷം. അപ്പോൾ ഈ ഒരു പ്രാധാന്യം സർക്കാർ മുൻപ് നൽകിയിട്ടുണ്ട്. മുൻ സർക്കാരുകൾ നൽകിയ പ്രാധാന്യം അതേ രീതിയിൽ തുടരുന്നതിനാണ് ഈ സർക്കാരും തീരുമാനിച്ചിട്ടുള്ളത്. അതായത് സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്നവർക്ക് അടുത്ത മാസത്തെ ഒരു ഗഡു കൂടി അഡ്വാൻസ് ആയിട്ട് നൽകിയേക്കും. അതായത് 2000 രൂപ ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന ഒരു വ്യക്തിക്ക് അടുത്ത മാസത്തെ 2000 കൂടി അഡ്വാൻസ് നൽകുകയാണെങ്കിൽ 4000 രൂപ ഈ ഒരു ഉത്സവ സമയത്ത് അക്കൗണ്ടിലേക്ക് ലഭ്യമാകും, കൈകളിലേക്ക് ലഭ്യമാകും. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടില്ല. കൃത്യമായിട്ട് മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം. അതുമാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതിൽ അന്തിമ തീരുമാനം ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ 4000 രൂപയായിട്ട് നമുക്ക് പെൻഷൻ എത്തിച്ചേരുകയുള്ളൂ. അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമനിധി ബോർഡ്, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ഇവിടെ കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മുടക്കം വന്നിട്ടുള്ളതും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നൽകേണ്ടതുമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും സേവനങ്ങളും ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ വിതരണം ചെയ്യേണ്ട ഒരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം, അതായത് ഓണക്കാലം. അപ്പോൾ ഈ ഒരു സമയത്ത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ചർച്ചകളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളുടെ സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് മാസം അവസാന ആഴ്ചകളിൽ ഓണമായതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ, അതായത് എല്ലാത്തരം ആനുകൂല്യങ്ങളും മൂന്നാമത്തെ ആഴ്ചയോടൊക്കെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേർന്നിരിക്കും. ഇനി സാമൂഹിക സുരക്ഷാ പെൻഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ മസ്റ്ററിംഗ് ഒക്കെ തന്നെയാണ്. നിലവിൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി അടുത്ത മാസം കൂടി, അതായത് സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓഗസ്റ്റ് മാസമാണ്, നമുക്ക് 2 മാസം കൂടി നമ്മുടെ മുൻപിലുണ്ട്. അതുമാത്രമല്ല, ഗുണഭോക്താവിന് നേരിട്ട് ചെല്ലാൻ സാധിക്കുന്ന ഒരു സമയത്ത്, ആ ഒരു സമയത്ത് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. കേരളത്തിലുടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും ഈ ഒരു ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആധാർ കാർഡുമായിട്ട് വേണം എത്തിച്ചേരാൻ. നിലവിൽ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു രേഖ ആധാർ കാർഡാണ്. ഇനി ബയോമെട്രിക് മസ്റ്ററിങ്ങിൽ നേരിട്ടെത്തി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ, അതെന്തെങ്കിലും രോഗാവസ്ഥകളായിക്കോട്ടെ, ഭിന്നശേഷിക്കാരായിക്കോട്ടെ, കിടപ്പ് രോഗികളായിക്കോട്ടെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വിവരങ്ങൾ നമ്മളുടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലറുടെ പക്കൽ അറിയിക്കുകയും അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ അവർ പറയുകയാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ കൂടി ആ വിവരം അറിയിക്കുകയും വേണം. നമ്മളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും നേരിട്ട് പോയി അറിയിക്കാം, അല്ലെങ്കിൽ ഫോൺ വഴി അവരെ ബന്ധപ്പെട്ട് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ പ്രത്യേക ക്യാമ്പുകൾ സജ്ജീകരിക്കുകയോ അതോടൊപ്പം തന്നെ ഹോം മസ്റ്ററിംഗ് എന്ന് പറയുന്ന അടുത്തൊരു സംവിധാനം, അതായത് അക്ഷയ കേന്ദ്രത്തിലെ പ്രതിനിധി നമ്മളുടെ വീടുകളിൽ എത്തിച്ചേരുന്നു, വീടുകളിൽ വെച്ച് ബയോമെട്രിക് മസ്റ്ററിംഗ് അവരുടെ ചെയ്യുന്നു. അങ്ങനെ അവരുടെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കും. അപ്പോൾ ഈ രീതിയിലെല്ലാം സംവിധാനമുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള ഒരു അവസരം സർക്കാർ ഇവിടെ ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. സെപ്റ്റംബർ മാസം 30 വരെയുണ്ട്. ആ സമയത്ത് വരെ അനുവദിക്കുന്ന പെൻഷൻ തടസ്സമില്ലാതെ തുടരുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുക. ഇതുപോലുള്ള വിവിധ ജനോപകാരപ്രദമായ അറിയിപ്പുകൾ ദിവസേന ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.